ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക്. ഓർത്തഡോക്സ് യാക്കോബായ സഭ പള്ളിത്തർക്കത്തിൽ ഹൈക്കോടതിയുടെ നിർണായക വിധി. 6 പള്ളികൾ സർക്കാർ ഏറ്റെടുക്കണമെന്ന സിംഗിൾ ബെഞ്ച് വിധി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി. സിവിൽ ആവശ്യത്തിലൂടെ പോലീസ് സംരക്ഷണം തേടാനാവില്ല എന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. ഷപ്ന ഡൽഹിയിൽ നിന്നും ചേരുന്നു വിശദാംശങ്ങളുമായി. ഷപ്ന, ഏറെ നിർണായകമായ ഉത്തരവ് വരുന്നു. സേതു, തീർച്ചയായും 6 പള്ളികൾ സംബന്ധിച്ചുള്ള തർക്കമായിരുന്നു ഹൈക്കോടതിക്ക് മുമ്പാകെ നിലനിന്നിരുന്നത്. ഇതിലാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ചിന്റെ നിർണായകമായ ഉത്തരവ് വന്നിട്ടുള്ളത്. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഈ 6 പള്ളികൾ ഏറ്റെടുക്കണം എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിനോട് ഇത്തരം ഒരു ആവശ്യം ഉന്നയിച്ചായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവുണ്ടായിരുന്നത്. ഇതിനെതിരെയാണ് ഡിവിഷൻ ബെഞ്ചിൽ കോടതിയലക്ഷ്യ ഹർജി നൽകിയിരുന്നത്. കോടതിയലക്ഷ്യ ഹർജിയിലാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള നിർണായകമായ ഉത്തരവ് വന്നത്. സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടിട്ടുള്ളത്. യാക്കോബായ സഭ ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറേണ്ട 6 പള്ളികളുടെ കാര്യത്തിലാണ് ഹൈക്കോടതിയുടെ വിധി ഉണ്ടായത്. മതവിഭാഗത്തിലെ തർക്കം പരിഹരിക്കാൻ പള്ളികൾ ഏറ്റെടുക്കണം എന്ന നിർദ്ദേശം നൽകാൻ കോടതികൾക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാക്കാൻ സുപ്രീം കോടതി നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ കേസ് പരിഗണിച്ചത്. ഇരു സഭകളും തമ്മിലുള്ള തർക്കം പരിഹരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങളും ഹൈക്കോടതിയോട് മുന്നോട്ട് വെക്കണം എന്ന് സുപ്രീം കോടതി തന്നെ നിർദ്ദേശിച്ചിരുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതായാലും 6 പള്ളികൾ ഏറ്റെടുക്കണം എന്ന സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കിയിരിക്കുന്നു. 6 പള്ളികളും പൂട്ടി താക്കോൽ ജില്ലാ കളക്ടർമാർ സൂക്ഷിക്കണം എന്നതായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവിട്ടിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഡിവിഷൻ ബെഞ്ച് ഈ ഹർജികൾ പരിഗണിച്ച് കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിച്ച് ഇപ്പോൾ സിംഗിൾ ബെഞ്ച് ഉത്തരവ് റദ്ദാക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. 6 പള്ളികളാണ് ഇത്തരത്തിൽ, അതായത് എറണാകുളം ജില്ലയിലെ പുളിന്താനം സെന്റ് ജോൺസ്, ഓടക്കാലി സെന്റ് മേരീസ്, മഴുവന്നൂർ സെന്റ് തോമസ്, പാലക്കാട് ജില്ലയിലെ മംഗലം ഡാം സെന്റ് മേരീസ്, എരിക്കിഞ്ചിറ സെന്റ് മേരീസ്, ചെറുകുന്നം സെന്റ് തോമസ്, ഇങ്ങനെ 6 പള്ളികളായിരുന്നു ഏറ്റെടുത്ത് സംസ്ഥാന സർക്കാരിനോട് ഈ പൂട്ടി താക്കോലുകൾ ജില്ലാ കളക്ടർമാർ സൂക്ഷിക്കാൻ ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചത്. എന്നാൽ ഇത്തരം ഒരു ഹർജി കോടതിക്ക് മുമ്പാകെ എത്തിയത് തന്നെ പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടായിരുന്നു. അത് പോലീസ് സംരക്ഷണം ആവശ്യപ്പെട്ടുള്ള ഒരു ഹർജിയിൽ ഇത്തരത്തിൽ പള്ളികൾ പൂട്ടാൻ നിർദ്ദേശിക്കാൻ സിംഗിൾ ബെഞ്ചിനാവില്ല എന്നാണ് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഇതിലെ എന്ത് തീരുമാനമെടുത്താലും അത് സർക്കാരിനൊരു തലവേദനയാകുന്ന സ്ഥിതിയായിരുന്നു. കാരണം ഏറ്റെടുക്കേണ്ടി വന്നാൽ അതുകൊണ്ട് തന്നെ കോടതിയിലേക്ക് പോയി കോടതി ഈ അർത്ഥത്തിൽ ഏറ്റെടുക്കേണ്ടതില്ല എന്ന് പറയുമ്പോൾ ഒരു ആശ്വാസമാവുകയാണ്. രുചീഷ്, തീർച്ചയായും. കാരണം സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ കൃത്യമായ ഒരു നിലപാട് സ്വീകരിക്കാൻ പറ്റാതെ ഒരു സാഹചര്യം നിലവിലുണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലൊക്കെ സംസ്ഥാന സർക്കാരിനോട് ഇതിൽ എന്തുകൊണ്ട് പള്ളികൾ ഏറ്റെടുക്കുന്നില്ല, കാരണം നമുക്കറിയാം ഈ യാക്കോബായ ഓർത്തഡോക്സ് സഭാ തർക്കവുമായി ബന്ധപ്പെട്ട് കാലങ്ങളായുള്ള കാലപ്പഴക്കമുള്ള ഒരു കേസാണ്. ഇതിൽ സുപ്രീം കോടതി ഈ പള്ളികൾ ഏറ്റെടുത്ത് നൽകാൻ നിർദ്ദേശിക്കുകയും ചെയ്തിരുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പാക്കുന്നില്ല എന്നതായിരുന്നു ഈ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന് മുമ്പാകെ വന്ന പ്രശ്നം. അതിലാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഇത്തരം ഒരു നിർദ്ദേശം നൽകുന്നത്. സംസ്ഥാന സർക്കാരിനോട് ഇതിൽ എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് പലതവണ കോടതികൾ ആരാഞ്ഞിരുന്നു. അപ്പോഴൊക്കെ സംസ്ഥാന സർക്കാർ മറുപടി പറഞ്ഞത് ഇതൊരു ക്രമസമാധാന പ്രശ്നമുണ്ടാക്കും. നമുക്കറിയാം ഈ പള്ളി ഏറ്റെടുക്കാൻ പോകുമ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ചപ്പോൾ തന്നെ പള്ളി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ ആളുകൾ ഗേറ്റിന് മുകളിൽ കയറുന്നതും വലിയ പ്രതിഷേധങ്ങൾ, അതെ, പിന്നീട് പോലീസിന് പോലും ഇത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ വയ്യാത്തൊരു അവസ്ഥയിലേക്ക് വരുന്നു. ഇനി ഇതിലെ ഒരുപക്ഷെ നമ്മൾ ഇത് പരിശോധിക്കുമ്പോൾ അത് ഒരു സാധാരണ ഇതിലൊന്നും കേൾക്കാത്ത തരത്തിൽ ഇനി ഈ ഒരു കേസിൽ ഒരു വിധിയില്ല എന്ന തരത്തിൽ സുപ്രീം കോടതിയുടെ ഒരു വിധി വന്ന ഒരു പശ്ചാത്തലം കൂടി ഉണ്ട് ഈ കേസുകൾക്ക്, ഈ തർക്കങ്ങൾക്ക്.